ഹലോ ഹായ് ആൻഡ് വെൽക്കം ടു ദിനിയാസ് ക്ലാസ്സസ്. അപ്പം നമ്മളിന്ന് 8ാം ക്ലാസ്സിലെ തേർഡ് ലെസൺ, അതായത് പോളിഗൺസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ലാസ്റ്റ് എക്സസൈസിൽ ലാസ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ എത്രാമത്തെ പ്രോബ്ലമാണ്? 6th പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നയാളും മുന്നേ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാണ്, നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും അറിയിക്കണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഫിഗർ ഷോസ് എ റെഗുലർ പെൻറ്റഗൺ ആൻഡ് റെഗുലർ ഹെക്സഗൺ. അതായത് പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ 5 സൈഡഡ് പോളിഗനെയാണ് നമ്മൾ പെൻറ്റഗൺ എന്ന് പറയുക. ഹെക്സഗൺ എന്ന് പറയുന്നത് 6 സൈഡഡ് പോളിഗനെയാണ് നമ്മൾ ഹെക്സഗൺ എന്ന് പറയുക. അതും റെഗുലർ പെൻറ്റഗനും റെഗുലർ ഹെക്സഗൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഓൾ സൈഡ്സ് ആൻഡ് ഓൾ ആംഗിൾസ് ആർ ഈക്വൽ എന്നാണ് റെഗുലർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് വരുന്നത്. പിന്നെ ദ ഫിഗർ ഷോസ് എ റെഗുലർ പെൻറ്റഗൺ ആൻഡ് എ റെഗുലർ ഹെക്സഗൺ പുട്ട് ടുഗദർ, ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഹൗ മച്ച് ഈസ് ആംഗിൾ പി ക്യു ആർ? ആംഗിൾ പി ക്യു ആർ എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആംഗിൾ പി ക്യു ആർ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ റെഗുലർ പെൻറ്റഗൺ റെഗുലർ ഹെക്സഗൺ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓരോ ആംഗിൾസ് എത്രയുണ്ടാവും എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണത് നമുക്ക് മനസ്സിലാവാം? നമുക്കറിയാം സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ഹെക്സഗൺ എത്രയാണ്? സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ഹെക്സഗൺ, സം ഓഫ് ആംഗിൾസ് ഓഫ് എ ഹെക്സഗൺ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? സം ഓഫ് ആംഗിൾസ് നമുക്ക് ആ ഫോർമുല ഉണ്ടല്ലോ. എങ്ങനെയാണ്? n-2 × 180 എന്നറിയാം. അപ്പം ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6, അതായത് 6 സൈഡുകളാണ് ഉള്ളത്. അപ്പോൾ 6 - 2 × 180, അപ്പോൾ എത്ര കിട്ടും? അതായത് 6 - 2 4, അപ്പോൾ 4 × 180, 4 8s are 32, 24 32, ബാലൻസ് 3. 720 ആണ് ഡിഗ്രിയാണ് എന്താണ്? സം ഓഫ് ആംഗിൾസ് ഓഫ് എ ഹെക്സഗൺ. അപ്പോൾ ഓരോ ആംഗിളും എത്ര ഉണ്ടായിരിക്കും? അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ഓരോ ആംഗിളും എത്ര ഉണ്ടായിരിക്കുന്നത്? ടോട്ടൽ എത്ര ആംഗിളുകളുണ്ട്? 6 ആംഗിളുകളാണ് ഉള്ളത് ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ. ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ പോരെ. അപ്പോൾ 1 ആംഗിൾ ഈക്വൽ ടു 720 ഡിവൈഡഡ് ബൈ എത്ര ആംഗിളുകൾ? ഹെക്സഗണിന് 6 സൈഡാണുള്ളത്, അതുകൊണ്ട് 6 ആംഗിളുകളാണുള്ളത്. 6 എത്ര? 7ൽ 1 ടൈം, ബാലൻസ് 1, 12ൽ 2 ടൈംസ്, ഈ 0 കട്ട് ചെയ്തു. അപ്പോൾ 120 ഡിഗ്രിയാണ് എന്തെന്ന് പറയുന്നത്? ഒരു ആംഗിള് എത്രയാണ്? 120 ഡിഗ്രി വെച്ചിട്ടാണ് ഓരോ ആംഗിളും. ഓക്കെ, ഇനി നമുക്ക് പെൻറ്റഗന്റെ കാര്യം എടുക്കാം. അതെങ്ങനെയാണ് ഇനി പെൻറ്റഗന്റെ നോക്കാം. ഇതേപോലെ തന്നെ എത്രയാണ് പെൻറ്റഗന്റെ എന്ന് നോക്കാം. സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയാണ്? n-2 × 180. n എന്ന് പറയുന്നത് 5 ആണ്. 5 - 2 × 180, അതായത് 3 × 180, 3 × 180, 3 × 8, 16 24, ബാലൻസ് 2, 3 5, 540 ഡിഗ്രിയാണ്. എല്ലാ ആംഗിൾസും കൂടി 540 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു ആംഗിൾ 1 ആംഗിൾ ഈക്വൽ ടു എത്ര വരും? 540 ആണ് ഫുള്ള്, ഡിവൈഡഡ് ബൈ എത്ര സൈഡുകളാണുള്ളത്? 5 സൈഡ്സ് ആണുള്ളത്. അപ്പോൾ നോക്കാം. 5ൽ 1 ടൈം, 4ൽ 0, 40ൽ 8 ടൈംസ്. അപ്പോൾ ഒരു ഇത് എന്ന് പറയുന്നത് 108 ഡിഗ്രിയാണ്. അതായത് ഈ പെൻറ്റഗന്റെ ഓരോ ആംഗിളും എന്ന് പറയുന്നത് 108 ഡിഗ്രിയാണ്. അത് കിട്ടിയല്ലോ അല്ലേ? അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ഈ ആംഗിൾ എത്രയാണ്? 108 ഡിഗ്രിയാണ് വരുന്നത്. ഈ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ് വരുന്നത്. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇതൊരു ഹെക്സഗന്റെ പാർട്ടാണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇതൊരു പെൻറ്റഗന്റെ പാർട്ടാണ്. അപ്പം നമുക്ക് ഇവിടെയാണ് കിട്ടേണ്ടത് അല്ലേ? PQR ആണ് കിട്ടേണ്ടത്. അതിൻ്റെ ബാക്കിയുള്ള 2 ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പോർഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരു പോയിന്റിന്റെ ചുറ്റുമുള്ള ആംഗിൾസ്, എല്ലാ ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 360 ഡിഗ്രി കിട്ടണം അല്ലേ? അതായത് എങ്ങനെയാണ്? ഒരു ലൈൻ വരച്ചു, ആ ലൈനിലൊരു പോയിന്റ് വന്നു. ഈ പോയിന്റിന്റെ എല്ലാ ആംഗിളും കൂടി കൂട്ടി ചുറ്റും ആംഗിളുകളും കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടണം? 360 ഡിഗ്രി കിട്ടണം. 2 നമുക്ക് കിട്ടി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരെണ്ണം കൂടിയല്ലേ കിട്ടുള്ളൂ. കണ്ടുപിടിക്കാം നമുക്ക്. അപ്പം അതിനായിട്ട് നമുക്ക് ഇവർക്ക് പേര് കൊടുക്കാം. A B C
ഡി ഇ എഫ്. നമുക്ക് സൗകര്യത്തിനായിട്ട് നമുക്ക് പേര് കൊടുക്കാം, എന്നിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ആംഗിൾ പി ക്യു ഡി, ആംഗിൾ പി ക്യു ഡി പ്ലസ് ആംഗിൾ പി ക്യു ഡി എന്ന് പറഞ്ഞാൽ പി ക്യു ഡി 120 ഡിഗ്രി, ഡി ക്യു ആർ പ്ലസ് ഡി ക്യു ആർ പ്ലസ് ഏതാംഗിള് പി ക്യു ആർ. പി ക്യു ആർ അതായത് ഈ ചുറ്റുഭാഗത്തുള്ള മൂന്ന് ഈ ആംഗിള്, അതായത് പി ക്യു ഡി, പിന്നത്തെ ആംഗിള് പി ക്യു ആർ, ഡി ക്യു ആർ, പിന്നെ പി ക്യു ആറും കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടണം? നമുക്ക് 360 ഡിഗ്രി കിട്ടണം. ഓക്കെ, 360 ഡിഗ്രി കിട്ടണം. ഇതിനൊക്കെ വാല്യൂസ് കൊടുത്താൽ മതി. പി ക്യു ഡി എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്, പ്ലസ് ഡി ക്യു ആർ എന്ന് പറയുന്നത് 108 ഡിഗ്രിയാണ്, പ്ലസ് ഇതൊക്കെ ആംഗിൾ എഴുതാം കേട്ടോ. ആംഗിൾ പി ക്യു ആർ ഈക്വൽ ടു എത്രയാണ്? 360 ഡിഗ്രിയാണ്. ആംഗിൾ പി ക്യു ആർ ഈക്വൽ ടു ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 228 അല്ലേ? 228നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവും. 360 ഡിഗ്രി മൈനസ് 228 ഡിഗ്രി. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? 360 മൈനസ് 228 2 3. അപ്പൊ എത്രയുണ്ട്? 1. അപ്പൊ 132 ഡിഗ്രി ആയിരിക്കും എന്ത്? ആംഗിൾ പി ക്യു ആർ എന്ന് പറയുന്നത് 132 ഡിഗ്രി. മനസ്സിലായല്ലോ? ചെയ്തത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് എത്ര വലിയ ഡിഫിക്കൽട്ട് ഉള്ളതല്ല. റെഗുലർ പോളിഗൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് എപ്പോഴും ഓർമ്മ വേണമെന്നേ ഉള്ളൂ. എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്നുള്ളത്. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രോബ്ലം, അതായത് നമ്മുടെ 7th പ്രോബ്ലം ചെയ്യാം. അതായത് ഇപ്പൊ കഴിഞ്ഞ പ്രോബ്ലത്തിന്റെ അതേപോലെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ റീഡ് ചെയ്തിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഫിഗർ ഷോസ് എ സ്ക്വയർ, എ റെഗുലർ പെന്റഗൺ ആൻഡ് എ റെഗുലർ ഹെക്സഗൺ പുട്ട് ടുഗദർ. ഹൗ മച്ച് ഈസ് ആംഗിൾ ബി എ സി? ആംഗിൾ ബി എ സി എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആംഗിൾ ബി എ സി എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് റെഗുലർ പെന്റഗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്, റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. റെഗുലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. ഓക്കെ, ഇനി നമുക്ക് സ്ക്വയറിന്റെ കാര്യമാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണ് പറയാത്തത് അറിയോ? സ്ക്വയർ നമുക്കറിയാം, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആണെന്നുള്ളത് നമുക്ക് അറിയാം. അപ്പൊ പ്രത്യേകിച്ച് അത് റെഗുലർ സ്ക്വയർ എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ റെഗുലർ നമുക്ക് ഓരോ ഈ പെന്റഗന്റെയും ഈ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാം, സ്ക്വയറിന്റെ ഈ ആംഗിൾ എത്രയാണെന്ന് അറിയാം, ഹെക്സഗന്റെയും ഈ ആംഗിൾ കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. 360 ഡിഗ്രിന്ന് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ മറ്റേ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ഇത് ചെയ്ത 6th പ്രോബ്ലത്തിൽ നമ്മൾ സ്റ്റെപ്പ് എഴുതി ചെയ്തിട്ടുണ്ട്. അത് കാരണം ഇനി സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് സ്റ്റെപ്പ് എഴുതണം കേട്ടോ. അപ്പൊ നമുക്ക് എന്താ 1 each angle of a hexagon, each angle of അതിങ്ങനെ പെന്റഗന്റെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ കണ്ടുപിടിക്കണം. ഈച്ച് ആംഗിൾ ഓഫ് പെന്റഗൺ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? 108 ഡിഗ്രിയാണ് ഓരോ ആംഗിളിനും. ആ ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് എഴുതാം കേട്ടോ. അതുപോലെ തന്നെ ഈച്ച് ആംഗിൾ ഓഫ് ഹെക്സഗൺ, ഹെക്സഗന്റെ നമുക്ക് എത്ര ലാസ്റ്റ് പ്രോബ്ലത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്? 120 ഡിഗ്രി. ഇനി ഈച്ച് ആംഗിൾ ഓഫ്, അപ്പൊ നമ്മുടെ ഈ പെന്റഗനും കിട്ടി ഹെക്സഗനും കിട്ടി. ഈച്ച് ആംഗിൾ ഓഫ് സ്ക്വയർ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, സ്ക്വയറിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി. ഓക്കെ, കിട്ടിയല്ലോ. ഇത് എത്രയാണ്? പെന്റഗൺ എത്ര കിട്ടിയത്? 108 ഡിഗ്രിന്ന് കിട്ടി, ഇത് 120 ഡിഗ്രിന്ന് കിട്ടി, ഇത് 90 ഡിഗ്രിന്നും കിട്ടി. നമുക്ക് ഈ ആംഗിൾ അല്ലേ കിട്ടണ്ടോ? നമുക്ക് ചെയ്യാം. അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. പേര് കൊടുക്കാം നമുക്ക്. എ ബി സി ഇവിടെ ഉണ്ട്, ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ. പേര് കൊടുക്കാം. അത് ഇത്തിരി കൂടി ഈസി ആയിട്ട് നമുക്കത് ഇതാവാൻ വേണ്ടിയിട്ട്, അറിയാനായിട്ട്.
ഓക്കെ, കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും? ആംഗിൾ, ഈ ആംഗിൾ അല്ലേ, ഈ ആംഗിൾ ആദ്യം തന്നെ, അതായത് ബി എ ഐ, ആംഗിൾ ബി എ ഐ പ്ലസ് ആംഗിൾ, ഇനി ഈ ആംഗിൾ ഐ എ ജി, ഐ എ ജി പ്ലസ് ആംഗിൾ, ഇനി ഈ ആംഗിൾ ജി എ സി, ജി എ സി പ്ലസ് ആംഗിൾ ബി എ സി, ബി എ സി. എല്ലാ ആംഗിളും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 360 ഡിഗ്രി കിട്ടണം. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും നമുക്ക് വാല്യൂസ് കൊടുക്കാം. എത്രയാണ്? ആംഗിൾ ബി എ ഐ എന്ന് പറയുന്നത് 108 ഡിഗ്രിയാണ്, പ്ലസ് ആംഗിൾ ഐ എ ജി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്, പ്ലസ് ആംഗിൾ ജി എ സി എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്, പ്ലസ് ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിളാണ്. ബി എ സി ഈക്വൽ ടു 360 ഡിഗ്രി. ഓക്കെ, ഇനി ഇത് ഒക്കെ കൂടി ആഡ് ചെയ്യാം. അപ്പം 90 പ്ലസ് 120 എന്ന് പറയുന്നത് 210, 210 പ്ലസ് 118 എന്ന് പറയുന്നത് 318. നോക്കട്ടെ കേട്ടോ. 120 പ്ലസ് 90 പ്ലസ് 108 എന്ന് പറയുന്നത് 318 ഡിഗ്രി, പ്ലസ് ആംഗിൾ ബി എ സി ഈക്വൽ ടു 360 ഡിഗ്രി, ആംഗിൾ ബി എ സി ഈക്വൽ ടു 360 ഡിഗ്രി മൈനസ് 318 ഡിഗ്രി ഈക്വൽ ടു 360 ഡിഗ്രി മൈനസ് ഈക്വൽ ടു 42 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് എത്രയാണ്? 42 ഡിഗ്രി. അപ്പോൾ അത് നേരത്തെ അതേ പ്രോബ്ലത്തിൻ്റെ ആ ഒരു ഫോളോ അപ്പ് തന്നെ അല്ലേ, വലിയ ബുദ്ധിമുട്ടില്ലേ ചെയ്യാനായിട്ട്. റെഗുലർ പെൻഡഗൺ, റെഗുലർ ഹെക്സഗൺ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രോബ്ലം ഒന്ന് ചെയ്താലോ? ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ദ ഫിഗർ എ ബി സി ഡി ഇ എഫ് ഈസ് എ റെഗുലർ ഹെക്സഗൺ. അതായത് ഒരു ഹെക്സഗൺ ആണ് തന്നിരിക്കുന്നത്, അതായത് ഒരു 6 സൈഡഡ് ഫിഗർ. പ്രൂവ് ദാറ്റ് ട്രയാങ്കിൾ ബി ഡി എഫ് drawn joining alternative vertices is equilateral. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ബി സി ഡി ഇ എഫ് ഒരു റെഗുലർ ഹെക്സഗൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് അതിന്റെ വെർട്ടെക്സിന്ന് ഡ്രോ ചെയ്തിട്ടുള്ള എന്താ പറയാ ഒരു ട്രയാങ്കിളും നോക്കാം നമുക്ക്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു രീതിയിൽ വരയ്ക്കാം അല്ലേ. ട്രയാങ്കിള് പിന്നെ ഒരു ഹെക്സഗൺ, ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത് അത്രയും ശരിയാവില്ല. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്തൂടെ? എ ബി സി ഡി ഇ ആൻഡ് എഫ്. ഓക്കെ, അപ്പൊ ഇവര് പറയുന്നത് എ ബി സി ഡി ഇ എഫ് ഫിഗർ കണ്ടിട്ട് വിഷമിക്കരുത്. നമുക്ക് മനസ്സിലാക്കല്ലേ വേണ്ടി എനിക്ക് ഇങ്ങനെ വരയ്ക്കാൻ അറിയുള്ളൂ, അത് കാരണം കൊണ്ടാണ്. അപ്പൊ നമുക്ക് നോക്കാം. എ ബി സി ഡി ഇ എഫ് എന്ന് പറയുന്നത് ഒരു ഹെക്സഗൺ ആണ്. ഇനി ഇതിന്റെ വെർട്ടെക്സിന്ന് ഓരോ വെർട്ടെക്സിന്നും കൂടിയിട്ട് ജോയിൻ ചെയ്തിട്ട് എന്തുണ്ടാക്കി നമ്മൾ? വെർട്ടെക്സിന്നും ജോയിൻ ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാക്കി? ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി. ട്രയാങ്കിൾ ബി ഡി എഫ് എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി. ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ദാറ്റ് ട്രയാങ്കിൾ ബി ഡി എഫ് ഡ്രോൺ ജോയിനർ ഈസ് ഇക്വിലാറ്ററൽ. അതായത് ഈ ട്രയാങ്കിള് ഇക്വിലാറ്ററൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, അതുപോലെ തന്നെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അതായത് ഈ ബി ഡി എഫ് എന്ന് പറയുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം ഇതിന്റെ ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ 60 ഡിഗ്രി ആണ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ട്രയാങ്കിള് ഇക്വിലാറ്ററൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും.
അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഡിഗ്രി 60 ഡിഗ്രി ആണ് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മൾ എഴുതണം ടു പ്രൂവ് ട്രയാങ്കിൾ BDF ഈസ് ആൻ ഇക്വിലാറ്റർ എന്ന് പറഞ്ഞ് എഴുതണം. നമുക്കിവിടെ അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരിട്ട് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇതൊരു റെഗുലർ ഹെക്സഗൺ ആണെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ റെഗുലർ ഹെക്സഗന്റെ പ്രത്യേകത എന്താ? എല്ലാ സൈഡ്സും അതുപോലെ തന്നെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. അപ്പം എല്ലാ സൈഡ്സും ഈക്വൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇതാണെന്ന് വിചാരിക്കും, ഈ ട്രയാങ്കിൾ എടുത്തു, ഇൻ ട്രയാങ്കിൾ EFD. ഓക്കെ, ഇൻ ട്രയാങ്കിൾ EFD എന്ന് എടുത്തു. ട്രയാങ്കിൾ EFD അതായത് EFD ഈ ട്രയാങ്കിൾ ഞാൻ എടുത്തു. ഈ ട്രയാങ്കിളിന്റെ EF എന്ന് പറയുന്നതും ED എന്ന് പറയുന്നതും സെയിം ആണല്ലോ, ഈക്വൽ സൈഡ്സ് ആണല്ലോ. എന്തുകൊണ്ടാണ്? ഇതൊരു റെഗുലർ ഹെക്സഗൺ ആണ്. റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ EF ED എന്ന് പറയുന്നത് എന്താണ്? സെയിം സൈഡുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം EF ഈക്വൽ ടു ഞാൻ എന്ത് എഴുതി? EF ഈക്വൽ ടു ED എന്ന് ഞാൻ എഴുതി. ഓക്കെ, EF ഈക്വൽ ടു ED എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആയ എന്താണ്? അതിനെ നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ട്രയാങ്കിളിൻ്റെ ഇതിൽ പഠിച്ചിട്ടുള്ളത്? ആദ്യത്തെ ലെസണിൽ എന്താ പഠിച്ചിട്ടുള്ളത്? രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ EFും EDയും ഈക്വൽ ആയ കാരണം കൊണ്ട് ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ, അതായത് ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ, EDയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ EFD എന്ന് പറയുന്നതും അതുപോലെ തന്നെ ആംഗിൾ EDF അതായത് ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഈക്വൽ ടു ആംഗിൾ EDF. ഓക്കെ, അതായത് ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആണ്. അതറിയാം, ആ തിയറം ഉള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫസ്റ്റ് ലെസണിൽ. അപ്പോൾ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ആംഗിൾ E എത്രയാണ്? ആംഗിൾ E എത്രയാണ് വരാം? ഇതൊരു ഹെക്സഗൺ ആണ്, റെഗുലർ ഹെക്സഗൺ ആണ്. റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആംഗിളും എത്രയായിരിക്കും? നമ്മൾ ഇത് തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ എന്താ പഠിച്ചത്? ഓരോ ആംഗിളുകൾ എത്രയായിരിക്കും? ഹെക്സഗൻ്റെ 120 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ ഈ ഇതെന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ FED ആംഗിൾ ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കി എഴുതാം. ആംഗിൾ FED ഈക്വൽ ടു 120 ഡിഗ്രി. എന്തുകൊണ്ടാണ് ആംഗിൾ FED ഈക്വൽ ടു 120 ഡിഗ്രി എന്ന് പറയാനായിട്ട് കാരണം? ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സഗൺ, ഒരു റെഗുലർ ഹെക്സഗന്റെ ആംഗിൾ 120 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കിട്ടിയത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തത് അതിന്റെ ഫോളോ അപ്പ് തന്നെയാണിത്. അപ്പോൾ 120 ഡിഗ്രി. ഓക്കെ, അത് കിട്ടിയല്ലോ. ഞാൻ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. സം ഓഫ് ആംഗിൾസ് കാണാം, അതായത് n-2 × 180 ഇതാണ്. n എന്ന് പറയുന്നത് 6, 6 - 2 × 180. അപ്പോൾ അത് എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ആംഗിൾസ് ആണ്. അതിനെ ഡിവൈഡഡ് ബൈ 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആംഗിളുകളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആ 6th പ്രോബ്ലം ഒന്ന് നോക്കിയാൽ മതി, അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സഗൺ അത് കാരണം ഇവിടെ 180 ആണെങ്കിൽ ടോട്ടൽ സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം 180 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ എന്താണ്? FED പ്ലസ് ആംഗിൾ EDF പ്ലസ് ആംഗിൾ EFD അതായത് ഈ മൂന്ന് ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 180 ഡിഗ്രി കിട്ടണം. എന്താണ് റീസൺ? സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ 180. സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ. അപ്പോൾ എല്ലാ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിളും കൂടി കിട്ടിയ 180. അപ്പം നമുക്കറിയാം ഈ ആംഗിളും ഈക്വൽ ആണെന്ന് അറിയാം അല്ലേ? ഈ ആംഗിളും ഈക്വൽ ആണ്, ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? therefore ആംഗിൾ EFD ഈക്വൽ ടു, അതായത് ഈ ആംഗിൾ EFD ഈക്വൽ ടു ടോട്ടൽ 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയിൽ നിന്ന്
ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. ഇ എഫ് ഡി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇ ഡി എഫ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഇ എഫ് ഡി എന്ന് പറയുന്നത് ഇ ഡി എഫ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ എഫ് ഇ ഡി ഈക്വൽ ടു അല്ല എഫ് ഇ ഡി പ്ലസ് ആംഗിൾ ഇ ഡി എഫ് പ്ലസ് ഇ എഫ് ഡിക്ക് പകരം എന്ത് കൊടുക്കാം? ഇ എഫ് ഡിക്ക് പകരം നമുക്ക് ആംഗിൾ ഇ ഡി എഫ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, ആംഗിൾ എഫ് ഇ ഡി എത്രയാണ് വാല്യൂ? എഫ് ഇ ഡി എന്ന് പറഞ്ഞത് 120 ഡിഗ്രി. 120 ഡിഗ്രി പ്ലസ് ഇത് രണ്ടും കൂടി സെയിം ആംഗിൾസ് ആണ്. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ആംഗിൾ ഇ ഡി എഫ് equal to 180 degree. Therefore, angle EDF equal to ഈ 120 ഇങ്ങോട്ട് പോകുമ്പോൾ എത്ര? 180 minus 120 60 degree divided by ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ 2 equal to എത്ര കിട്ടി? 30 degree. ആംഗിൾ EDF 30 degree ആണെങ്കിൽ എന്താണ്? Therefore, angle EFD equal to 30 degree. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 30 degree ആണ് കിട്ടി. ഇവിടെ 30 ഡിഗ്രി ആണ്, അതുപോലെ ഇവിടെയും 30 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഈ ട്രയാങ്കിളിനും ഓരോ വാല്യൂസ് കണ്ടുപിടിച്ചൂടെ? സിമിലർലി ഇതേപോലെ തന്നെ എങ്ങനെ പറയാൻ പറ്റും? ഇതേപോലെ തന്നെ എഴുതാട്ടാ. ആംഗിൾ ഇവിടെ എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും അല്ലെ? 120 ഡിഗ്രി എങ്ങനെയാണ് ഇതാവുന്നത്? ഹെക്സഗന്റെ ഒരു ആംഗിൾ ആണ്. അപ്പൊ ഇത് 120 ഡിഗ്രി ആണ്. അപ്പൊ ഇവിടെ എത്ര പേര് ഇതേ ചെയ്ത പോലെ ഇവിടെ 120 ആയി, ഇവിടെ 120 ആയി, ഇവിടെ എത്ര പേര് ഇതേപോലെ തന്നെ ചെയ്യാം. അവിടെയും എത്ര? 30 ഡിഗ്രി വെച്ച് കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം. സിമിലർലി ആംഗിൾ എ എഫ് ബി ഈക്വൽ ടു ആംഗിൾ എ ബി എഫ് ഈക്വൽ ടു 30 ഡിഗ്രി. ഓക്കെ, ഇതേപോലെ തന്നെ ഇവിടെയും 30 ഡിഗ്രി കിട്ടും, ഇവിടെയും 30 ഡിഗ്രി കിട്ടും. അതേപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെയും 30 ഡിഗ്രി. ഇവിടെ സിമിലർലി ആംഗിൾ അല്ല ഇവിടെ ഇൻ ട്രയാങ്കിൾ എഴുതണം കേട്ടോ. ഇൻ ട്രയാങ്കിൾ എ എഫ് ബി എന്ന് പറഞ്ഞിട്ട് എഴുതണം. അതുപോലെ തന്നെ സിമിലർലി ഇൻ ട്രയാങ്കിൾ ഏതാണ്? ബി സി ഡി, ട്രയാങ്കിൾ ബി സി ഡി. ഓക്കെ, ആംഗിൾ സി ബി ഡി ഈക്വൽ ടു ആംഗിൾ ബി ഡി സി ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടും? എല്ലാത്തിൻ്റെയും ഇവിടെ 30 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഇത് ഓരോ ആംഗിളുകളും 60 ഡിഗ്രി എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോഴല്ലേ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആവുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് എടുത്തു നോക്കാം അല്ലെ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും ആംഗിൾ എഫ്. ഈ ആംഗിൾ എഫ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രിയാണ്. എന്തുകൊണ്ടാണ് ആംഗിൾ എഫ് ഈക്വൽ ടു 120 ഡിഗ്രി എന്ന് പറയാൻ കാരണം? ഒരു റെഗുലർ ഹെക്സഗന്റെ ഓരോ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ് അല്ലെ? ഈ എന്താ പറയാ, എ 120 ആണ്, ബി 100, സി ഡി ഇ എഫ് 6 ആംഗിളുകളും എന്താണ്? റെഗുലർ ഹെക്സഗൺ ആയ കാരണം കൊണ്ട് എല്ലാ ആംഗിളുകളും എത്രയാണ്? 120 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് എന്താ? ആംഗിൾ എഫ് ഈക്വൽ ടു 120 ഡിഗ്രി. എന്താണ്? ഈച്ച് ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സഗൺ. ഓക്കെ, ഓഫ് എ റെഗുലർ ഹെക്സഗൺ. ഓക്കെ, അപ്പോൾ ആംഗിൾ എഫ് ഈക്വൽ ടു 120 ഡിഗ്രി. ഈ ആംഗിൾ എഫ് എന്ന് പറയുന്നത് ഏതൊക്കെ ആംഗിൾ കൂടി ചേർന്നതാണ്? ആംഗിൾ ഇ എഫ് ഡി അല്ലെ? ഈ ആംഗിൾ ഇ എഫ് ഡി, അതേപോലെ തന്നെ പ്ലസ് ആംഗിൾ ഡി എഫ് ബി പ്ലസ് ആംഗിൾ ബി എഫ് എ ഈ 3 ആംഗിളും കൂടി ചേർന്നതാണ് 120 ഡിഗ്രി. ആംഗിൾ എഫ് എന്ന് പറയുന്നത് ഈ 3 ആംഗിളും കൂടി ചേർന്നതാണ് ഈ 120 ഡിഗ്രി. ഓക്കെ, 3 ആംഗിളും കൂടി ചേർന്നതാണ് 120 ഡിഗ്രി. ഇ എഫ് ഡിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, 30 ഡിഗ്രി പ്ലസ് ആംഗിൾ ഡി എഫ് ബി നമുക്ക് കണ്ടുപിടിക്കണം, പ്ലസ് 30 ഡിഗ്രി ഈക്വൽ ടു 120 ഡിഗ്രി. ഓക്കെ, therefore angle DFB equal to
120, ഇത് 30 + 30 60. ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ -60 ഡിഗ്രി ഈക്വൽ ടു 60 ഡിഗ്രി. കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? DFB 60 ഡിഗ്രി ആണ് കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് ഏതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? സിമിലർലി ആംഗിൾ FBD ഈക്വൽ ടു 60 ഡിഗ്രി. ഇതേപോലെ തന്നെ ഓക്കെ. അതേപോലെ ആംഗിൾ BDF ഈക്വൽ ടു 60 ഡിഗ്രി. ഓക്കെ. അപ്പൊ ഏതൊക്കെ ആംഗിളുകളാണ് 60 ഡിഗ്രി? ഏതാ? ഈ ആംഗിൾ 60 ഡിഗ്രി, ഈ ആംഗിൾ 60 ഡിഗ്രി, ഈ ആംഗിൾ 60 ഡിഗ്രി. സിൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സിൻസ് all angles are equal, triangle DFB is an equilateral triangle. എല്ലാ ആംഗിൾസും ഈക്വൽ ആയ കാരണം നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ ട്രയാങ്കിള് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ. ഒരെണ്ണം മാത്രം പ്രൂവ് ചെയ്യുക, എന്നിട്ട് മറ്റുള്ളതെല്ലാതും അതുപോലെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഞാൻ ഒന്നും കൂടി ഇത് പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മൾ ഈ റെഗുലർ ഹെക്സഗന്റെ കാര്യം എടുക്കാം. റെഗുലർ ഹെക്സഗൻ എന്ന് പറയുമ്പോൾ ഓരോ ആംഗിളുകളും എന്തായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. അപ്പം നമുക്ക് ഒരു ആംഗിൾ 120 ഡിഗ്രിയാണ് കിട്ടിക്കഴിഞ്ഞു. ഇനി രണ്ട് സൈഡ്സും ഇറഗുലർ ഹെക്സഗൺ ആകുമ്പോൾ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പോൾ ഈ രണ്ട് സൈഡിലും ഈക്വൽ ആയ കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഈ രണ്ട് ഭാഗങ്ങൾ എടുക്കുക, എന്നിട്ട് അതിൻ്റെ മിഡിലത്തെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, അതേപോലെ ഓരോന്നും ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ കാര്യം എടുക്കുക, എന്നിട്ട് അതിൻ്റെ മിഡിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുക. ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുക, എന്നിട്ട് അതിൻ്റെ മിഡിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നമ്മുടെ BDF എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഓരോ ആംഗിളുകളും 60 ഡിഗ്രി ആണ് കിട്ടും. 60 ഡിഗ്രി ആണെങ്കിൽ അതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇത് പെട്ടെന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും ഒന്ന് നോക്കാം. എന്നിട്ട് നിങ്ങൾ തന്നേക്ക് പിക്ചർ വരച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം.